വെൽക്കം ടു സിവിൽസ് 360 IAS അക്കാദമി ആൻഡ് വെൽക്കം ടു ടുഡേസ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ് നമുക്ക് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായതാണ്. ദിസ് ന്യൂസ് ടോക്സ് അബൌട്ട് ദാറ്റ് 16th ഫിനാൻഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അവർ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഏകദേശം നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്താ, അതായത് ടാക്സും കാര്യങ്ങളൊക്കെ സെൻറ്ററും സ്റ്റേറ്റ്സും തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്സും തമ്മിലുള്ള കോർഡിനേഷൻ ഉറപ്പുവരുത്തുക. ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഫിനാൻസ് കമ്മീഷൻ എന്താ ആർട്ടിക്കിൾ 280 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നും അതിൻ്റെ റോളും മറ്റെല്ലാ കാര്യങ്ങളും പഠിക്കുന്നതാണ്. സോ അവരുടെ ഒരു പ്രവർത്തനം വിലയിരുത്തുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ 16th ഫിനാൻസ് കമ്മീഷൻ വന്നിട്ട് 41% ടാക്സ് ഷെയർ സ്റ്റേറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പല ഗ്രാൻസിൻ എയ്ഡിനും ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. പല ഗ്രാൻസിൻ എയ്ഡും എന്നുണ്ടെങ്കിൽ റിഡ്യൂസ് ചെയ്തു അത്തരം ഗ്രാൻസിൻ എയ്ഡിൻ്റെ റോൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ്. ദ 15th ഫിനാൻസ് കമ്മീഷൻ മീൻ ടു റെഡ്യൂസ്, അതായത് ആക്ച്വലി ഫിനാൻസ് കമ്മീഷൻ എന്തിനാണ് വന്നേക്കണമെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 280 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. യൂണിയനും സ്റ്റേറ്റ്സും തമ്മിലുള്ള ഫിനാൻഷ്യൽ ഇനീക്വാളിറ്റീസ് കുറയ്ക്കുക, സ്റ്റേറ്റ്സും തമ്മിലുള്ള ഫിനാൻഷ്യൽ ഇനീക്വാളിറ്റി കുറയ്ക്കുക. സ്റ്റേറ്റിന് ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ദ ടാക്സ് ഷെയർ, സെൻട്രൽ ഗവൺമെൻറ് പിടിക്കുന്നതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ദ ടാക്സ് ഷെയർ സ്റ്റേറ്റ്സിന് കൊടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ അത് പ്രകാരം 41% ടാക്സ് ഷെയർ ഇപ്രാവശ്യം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻസ്, സെക്ടർ സ്പെസിഫിക് ഗ്രാൻസ് ആൻഡ് സ്റ്റേറ്റ് സ്പെസിഫിക് ഗ്രാൻസ് ഹാവ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ചില കൈൻഡ്സ് ഓഫ് ഗ്രാൻസ് ലൈക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻസ്, സെക്ടർ സ്പെസിഫിക് ഗ്രാൻസ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് റവന്യൂ ഡെഫിസിറ്റ് വരുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട, അത് ഇപ്രാവശ്യം ഇല്ല. സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഗ്രാൻസും സ്റ്റേറ്റ്സിന് മാത്രമായിട്ടുള്ള സ്പെസിഫിക് ഗ്രാൻസ്, അതായത് ലോ പെർഫോമിംഗ് സ്റ്റേറ്റ്സിന് ഗ്രാൻസ് കൊടുക്കാറുണ്ട്, ആ ഗ്രാൻസ് ഒക്കെ ഒഴിവായിട്ടുണ്ട്. ഓക്കെ, ദ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഹാസ് ബീൻ ഗിവൺ ടു, എന്തിനൊക്കെയാണ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇപ്പം നിലവിൽ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഡിസിപ്ലിൻ, പെർഫോമൻസ് ബേസ്ഡ് ഗ്രാൻസ്, സ്റ്റേറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു GDP. അതായത് ഇത്തരം മേഖലയിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ടാക്സ് ഡെവല്യൂഷൻ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഏത് സ്റ്റേറ്റ്സ് ആണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് അവർക്ക് കൂടുതൽ കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഏത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഏത് സ്റ്റേറ്റ്സ് ആണ് നോക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്സ് ആണ് കൂടുതലായിട്ടും GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. The new approach benefit the richer and economically stronger states, but poor and hill and northeastern states may receive less support despite facing structural disadvantages. അതായത് ഇപ്പം നിലവിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സിന് കൂടുതൽ പൈസ കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂവർ ആയിട്ടുള്ളതും ഹില്ലി ചില സ്ഥലത്തൊക്കെ ജോഗ്രഫിക്കൽ റീസൺസ് കാരണം പെർഫോമൻസ് കുറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് മോശമായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ട്. ദെൻ മേജർ കൺസേൺസ് നോക്കാം. സ്റ്റേറ്റ്സ് ഡു നോട്ട് ഹാവ് ഈക്വൽ റവന്യൂ റൈസിങ് കപ്പാസിറ്റി. എല്ലാ സ്റ്റേറ്റ്സിനും ഒരുപോലെ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഇല്ല. പുവർ സ്റ്റേറ്റ്സിന് പുവറായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവർ റിച്ചർ ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലോട്ട് പോയിട്ടുണ്ട്. ദെൻ ജോഗ്രഫിക്കൽ കണ്ടീഷൻ, പോപ്പുലേഷൻ പ്രഷർ, സോഷ്യൽ സെക്ടർ എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം സ്റ്റേറ്റ് വേരി ചെയ്യുന്നുണ്ട്. ദെൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എൻഡ് ചെയ്യുന്നത് റീജിയണൽ ഇൻഇക്വാളിറ്റീസിലോട്ട് നയിക്കാനുണ്ട്. അത് പല സ്റ്റേറ്റ്സിനും റവന്യൂ ഡെഫിസിറ്റിൽ മീൻസ് ആ റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുമ്പോൾ അത് ആക്ച്വലി ബെനിഫിറ്റ് ആവാറ് പതിവ്. അപ്പോൾ ആ സ്റ്റേറ്റ്സിനെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കൊടുക്കുന്നില്ല. സ്ട്രിക്ട് കണ്ടീഷൻ അറ്റാച്ച് ദ ഗ്രാൻഡ്സ് റിഡ്യൂസ് ദ ഫിനാൻഷ്യൽ ഓട്ടോണമി ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ ഓട്ടോണമി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സെസ്സും സർചാർജും, സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്ന സെസ്സും സർചാർജും പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കോപ്പറേറ്റീവ് ആൻഡ് ഫിസ്ക്കൽ ഫെഡറലിസത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എഫിഷ്യൻസി, ഇക്വിറ്റി തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസും ബാലൻസ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വിത്ത് ഈ റീജിയണൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തണ്ടേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ വേ ഫോർവേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്സ് വിത്ത് ഗുഡ് റിവാർഡ് സ്റ്റേറ്റ്സ് ഫോർ ഗുഡ് ഫിസിക്കൽ പെർഫോമൻസ്. ഇപ്പോൾ കേരള ആണെന്നുണ്ടെങ്കിലും മറ്റ് സ്റ്റേറ്റ്സ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അവർ റിവാർഡ് ചെയ്യണം. എന്നാൽ അതേസമയം പുവർ ആയിട്ടുള്ള, ഹില്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ജോഗ്രഫിക്കലി ഡിസഡ്വാൻറ്റേജ് ആൾക്കാർക്ക് സ്പെഷ്യൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ സെസ്സിലും സർചാർജിലും എക്സസീവ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് സെൻട്രൽ ഗവൺമെന്റ് യൂസ് ചെയ്ത്, കാരണം സെസ്സും സർചാർജും പ്രോപ്പർലി സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാറില്ല. അപ്പോൾ സെസ്സും സർചാർജും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് കൂടുതലായിട്ടിരിക്കുന്നത്.
സോ അക്കൗണ്ടബിലിറ്റി കൂട്ടുക, പുവർ സ്റ്റേറ്റ്സിൻ്റെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കുക. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ഈ ന്യൂസ് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. സോ ഇന്ത്യയും ചൈനയും കൂടി റിലേഷനിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ട് ഈ ഒരു മേഖലയിൽ ക്ലൈമറ്റ് റിസൈലൻസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ന്യൂസ്. ദെൻ കോമൺ ക്ലൈമറ്റ് ചാലഞ്ച്, രണ്ട് രാജ്യങ്ങളും നേരിടുന്ന കോമൺ ക്ലൈമറ്റ് ചാലഞ്ചസ് വെക്കണം. എക്സ്ട്രീം റെയിൻഫോൾ ആൻഡ് അർബൻ ഫ്ലഡിങ്, ഹീറ്റ് വേവ്, ഡ്രോട്ട്സ്, സീ ലെവൽ റൈസ്, ഹിമാലയൻ ഗ്ലേഷ്യറിന്റെ മെൽറ്റിംഗ്, അതുപോലെ അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂ, ഡ്രെയിനേജ്, വേസ്റ്റ് മാനേജ്മെന്റ്, പുവർ അർബനൈസേഷൻ, എക്സസീവ് കോൺക്രീറ്റൈസേഷൻ, ഇത്തരം ഇഷ്യൂസ് രണ്ട് രാജ്യങ്ങളും നേരിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പല ഇമ്പാക്റ്റും വരുന്നുണ്ട്. ലൈക്ക് ലോസ് ഓഫ് ലൈഫ്, ഡാമേജ് ഉണ്ടാകുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന്, പിന്നെ ട്രാൻസ്പോർട്ട് സപ്ലൈ ചെയിൻസ് ഇഷ്യൂസ് വരുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, പബ്ലിക് ഹെൽത്ത്, ഗ്രേറ്റർ എക്കണോമിക് ലോസ്, പ്രഷർ ഓൺ വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. ഇതെല്ലാം ഇത്തരം എഫക്ട്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം എഫക്റ്റിന്റെ ഇത്തരം കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്. ദെൻ ഏരിയാസ് ഓഫ് പോസിബിൾ കോമ്പറ്റീഷൻ, ഇത് രണ്ട് രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നമാണ്. സോ ദേ ഹാവ് സം ഏരിയാസ് ഫോർ കോപ്പറേഷൻ രണ്ടാൾക്കാർക്കും. അതായത് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്, ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ രണ്ട് രാജ്യങ്ങളും കോപ്പറേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രോളജിക്കൽ, ഓഷ്യാനിക് ക്ലൈമാറ്റിക് ഡാറ്റ, അർബൻ ഡ്രെയിനേജ്, സീവേജ്, വേസ്റ്റ്, ക്ലൈമറ്റ് റിസൈലന്റ്, അഗ്രികൾച്ചർ, ഹിമാലയൻ ഗ്ലേഷ്യർ റിസർച്ച് ഡാറ്റയാണ്. ഇത് വായിച്ചാൽ മതി. ഈ മേഖലകളിൽ എന്ത് ചെയ്യണം, കോർഡിനേഷനുള്ള പോസിബിലിറ്റി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലവിലുണ്ട് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട്. ഇതിൽ തന്നെ ചൈനയ്ക്ക് ചില സ്ഥലത്ത് കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് ഉണ്ട്, ഇന്ത്യക്ക് മറ്റൊരു സ്ഥലത്താണ്. ഇപ്പം ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് നല്ല രീതിയിൽ ലാർജ് സ്കെയിൽ അർബൻ പ്ലാനിങ് ചൈനയിലുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും സ്പോഞ്ച് സിറ്റി സിസ്റ്റംസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലുണ്ട്. ലൈക്ക് എത്ര റെയിൻ വാട്ടർ വന്നു കഴിഞ്ഞാലും ആ വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് ഒഴുകി പോകുന്ന ഇത് ചൈനയ്ക്കുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് പ്രോഗ്രാംസും ഹീറ്റ് ആക്ഷൻ പ്ലാൻസും ഏർലി വാർണിംഗ് സിസ്റ്റംസ്, കൂൾ റൂഫ് പ്രോഗ്രാംസ്, ഇതുപോലുള്ള പ്രോഗ്രാംസ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇവരുടെ അഡ്വാൻറ്റേജ് രണ്ടുപേരും കൂടി കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് ഇന്ത്യക്കും കിട്ടും, ഇത്തരം അഡ്വാൻറ്റേജ് ചൈനയ്ക്കും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പ്രീവിയസ്ലി ഇതുപോലെ ഒരുപാട് കോപ്പറേഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ക്ലൈമറ്റ് മേഖലയിൽ. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർ ഷെയറിംഗ്, സയന്റിഫിക് റിസർച്ച്, പിന്നെ അതുപോലെ തന്നെ സിസ്റ്റർ സിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, ആ പ്രോഗ്രാംസിലും ഇന്ത്യയും ചൈനയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോർഡിനേഷൻ ഉണ്ട്. ഇപ്പം ഡൽഹി, ബീജിംഗ് സിസ്റ്റർ സിറ്റീസ് ആയിരുന്നു. അതായത് ഇവിടുത്തെ ഒരു രാജ്യവും ഇവിടുത്തെ ഒരു പ്ലേസും അവിടുത്തെ ഒരു പ്ലേസും കൂടി കണക്ട് ചെയ്യുന്നു. മുംബൈ, ഷാങ്ഹായ്, അതായത് ഈ രണ്ട് മേഖലയിലും ഒരുപോലെയുള്ള ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻസും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്ഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ ക്ലൈമറ്റ് ഫൈനാൻസ് ചാലഞ്ചസ് പക്ഷെ രണ്ട് രാജ്യങ്ങളും നേരിടുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും ഹെവിലി പബ്ലിക് ഫണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്. സോ നമുക്ക് പ്രൈവറ്റ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് ആക്ച്വലി നമുക്ക് വേണം. ലൈക്ക് ബ്ലെൻഡഡ് ഫൈനാൻസ്, മുനിസിപ്പൽ ബോണ്ട്സ്, ഓക്കെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് മെക്കാനിസംസ് ഒക്കെ ഇന്ത്യയിൽ വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. സോ സിഗ്നിഫിക്കൻസ് ഫോർ ദ UPSC, ഇത് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ഈ ന്യൂസിന്റെ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഏർലി ഡയഗ്നൈസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഡയഗ്നൈസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഇഷ്യൂലോട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആക്ച്വലി ആൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. രണ്ടാമത്തെ പക്ഷം ഇത് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. എത്രത്തോളം ക്യാൻസർ പ്രോഗ്രസ് ചെയ്തോ അത്രത്തോളം ചികിത്സ എക്സ്പെൻസീവ് ആണ്. സോ ഇത് പോവർട്ടിയിലോട്ട് നയിക്കുന്നുണ്ട്. പല ക്ലാസ്സിലുള്ള ആൾക്കാരെയും, ഇപ്പോൾ എക്കണോമിക് ക്ലാസ്സിലുള്ള ആൾക്കാരെയും, ഇതിപ്പോൾ മിഡിൽ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും, ലോവർ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ക്യാൻസറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സയും മറ്റൊക്കെ. സോ വി നീഡ് ടു ഏർലി ഡയഗ്നോസ് ദാറ്റ്. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ അത്രയും ചിലവുകളൊന്നും വരത്തില്ല, അത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസും കുറയും. സോ കീ കൺസേൺസ് പറഞ്ഞാൽ 70% ഓഫ് ദ പേഷ്യൻസ് റിപ്പോർട്ടഡ്ലി റീച്ച് ദ ഹോസ്പിറ്റൽ വിത്ത് അഡ്വാൻസ്ഡ് സ്റ്റേജ് ക്യാൻസർ. 70% ആൾക്കാരും ഭയങ്കര അഡ്വാൻസ് ചെയ്തിട്ട് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഹോസ്പിറ്റലിൽ. സോ ലേറ്റ് ഡയഗ്നോസിസ് ആണോ അത് ക്യൂർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് എക്സ്പെൻസും കൂടും. പിന്നെ ക്യാൻസർ റിലേറ്റഡ് കോസ്റ്റ് പല ഫാമിലീസിനെയും പോവർട്ടിയിലോട്ട് നയിക്കാനുണ്ട്. സോ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽ അലോൺ കനോട്ട് ഇംപ്രൂവ് ദ ഔട്ട്കംസ് അൺലെസ് ദ ഡിറ്റൻഷൻ ഹാപ്പൻസ് ഏർലിയർ. അതായത് എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ക്യാൻസർ ചികിത്സയും ആദ്യം നേരത്തെ തന്നെ ഡയഗ്നൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് വുഡ് ബി വെരി ഗുഡ്. ഓക്കെ, ദെൻ മെയിൻ റീസൺ ഫോർ ദ ലേറ്റ് ഡയഗ്നോസിസ്. എന്തുകൊണ്ടാണ് ലേറ്റ് ഡയഗ്നോസിസ് ചെയ്യുന്നത്? ഒന്നാമത്തത് പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല.
പേഴ്സിസ്റ്റന്റ് സിംറ്റംസ് പല ആൾക്കാരും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ് ഫെസിലിറ്റീസ്, ക്യാൻസർ ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റംസ് വളരെ സ്ഥലത്തും മോശമാണ്. പിന്നെ അതുപോലെ തന്നെ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസിൽ അൺഈക്വൽ ആയിട്ടുള്ള ആക്സസ് ആണ് ക്ലൈമറ്റ് കാര്യമുള്ള ക്യാൻസർ ഡയഗ്നൈസ് ചെയ്യാനുള്ളത്. പിന്നെ പല ആൾക്കാർക്കും ഒരു സോഷ്യൽ സ്റ്റിഗ്മ, ഫിയർ, അപ്പോൾ എനിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ തെളിഞ്ഞില്ലേ എന്നുള്ള ടെൻഷൻ പല ആൾക്കാർക്കും ഉണ്ടാവും. സോ ദീസ് ആർ ദ മെയിൻ റീസൺ ഫോർ ദ ലേറ്റ് ഡയഗ്നോസിസ്. ഓക്കെ, ദെൻ പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? പകുതിയോളം ക്യാൻസേഴ്സ് ആക്ച്വലി പ്രിവെൻറ്റബിൾ ആണ് നമുക്ക്. അതിൽ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് സിറ്റിസൺസിന് കൊടുക്കുക. സ്കൂൾ ലെവലിൽ തന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. നല്ല ഡയറ്റ്, എക്സസൈസ് ഉറപ്പുവരുത്തുക. ടൊബാക്കോ, ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ ഒഴിവാക്കുക. പിന്നെ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുക. ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടി ആക്ച്വലി ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരു പരിധി വരെ ക്യാൻസറിൻ്റെ ഡെത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ടെസ്റ്റ് ഉണ്ട് ആക്ച്വലി നമുക്ക്. അതായത് നമുക്ക് സാധാ ബ്ലഡ് നമുക്ക് എടുത്തിട്ട് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. അതിനെയാണ് മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രകാരം നമുക്ക് ലങ്, ലിവർ, പിന്നെ ഗ്യാസ്ട്രിക്, പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് ഒക്കെ ആക്ച്വലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാർജ് സ്കെയിലിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് നമ്മൾ ആക്ച്വലി അറിയണം. ഓക്കെ, സയൻറ്റിഫിക് സൈഡ് നമ്മൾ അറിയണം. പിന്നെ അത് മാത്രമല്ല ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഇന്ത്യൻ പോപ്പുലേഷന് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്കിത് ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. സോ സജസ്റ്റീവ് ഹെൽത്ത് കെയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, മൊബൈൽ ഡയഗ്നോസ്റ്റിക് യൂണിറ്റ്, ഡിജിറ്റൽ ഹെൽത്ത് റിസ്ക് അസസ്മെന്റ്, ഇവരെല്ലാവരും കൂടി ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഏർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. സോ അഗെയിൻ വേ ഫോർവേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന സെയിം സംഭവം തന്നെയാണ്. ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, then we are giving a mains model question. You can answer this question and you can send to this mail. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.